സ്നേഹപ്പെട്ട എല്ലാവർക്കും പതിനൊന്നിലേക്ക് സ്വാഗതം. ഓരോരുത്തൻ താൻ്റെ സഹോദരോട് ദയയും കരുണയും കാണിക്കുകയും ചെയ്യുവിൻ. സെക്രാവ് 7:9 വാക്യം. മറ്റുള്ളവർക്ക് വേണ്ടി കരുതണം എന്ന തിരുവചനം നമ്മെ ആവർത്തിച്ച് നിർദ്ദേശിക്കുന്നു. ഉണ്ടെങ്കിലും നമ്മുടെ ചെയ്തികൾ പലപ്പോഴും അതിനെതിരാണ്. ദൈവത്തെ ആരാധിക്കുകയോ മറ്റുള്ളവരെ സേവിക്കുകയോ ചെയ്യാതെ സ്വയം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ഇസ്രായേലിനെ സെക്രാപ്രവാചകൻ ശാസിക്കുന്നുണ്ട്. സെക്രാപ്രവാചകൻ 7:6 വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഒരുമിച്ചുള്ള സാമൂഹ്യ ജീവിതക്രമത്തെ അവഗണിച്ച് അവർ അയൽക്കാരൻ്റെ ആവശ്യം കണ്ടില്ലെന്ന് നടിച്ച് സെക്രാവ് ദൈവത്തിൻ്റെ കൽപ്പന വ്യക്തമാക്കി. നേരോടെ ന്യായം പാലിക്കുകയും ഓരോരുത്തൻ താൻ്റെ സഹോദരനോട് ദയയും കരുണയും കാണിക്കുകയും ചെയ്യുവിൻ. വിധവയും അനാഥരെയും പരദേശിയും ദരിദ്രനെയും പീഡിപ്പിക്കരുത്. നമുക്കെല്ലാം സ്വന്തം കാര്യങ്ങളിൽ മുഴുകുവാനാണ് താല്പര്യമെങ്കിലും മറ്റുള്ളവരുടെ ആവശ്യം കൂടെ പരിഗണിക്കണമെന്ന് വിശ്വസ്തത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവിക സാമ്പത്തിക ക്രമത്തിൽ എല്ലാവർക്കും സമർത്ഥമുള്ള വകയുണ്ട്. ദൈവം തൻ്റെ കരുണയിൽ നമുക്കുള്ളതുകൂടി ഉൾപ്പെടുത്തി ആണ് തൻ്റെ സാമർത്ഥ്യം പങ്കുവയ്ക്കാൻ ഹിതമാകുന്നത്. നിങ്ങൾക്ക് പരിഗണിപ്പാൻ ഉത്തരവാദിത്തമുള്ളവർ ആരൊക്കെയാണ്? ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് സ്വന്തം കാര്യങ്ങൾ മുഴുകാൻ സാധിക്കുന്നത്? പ്രാർത്ഥിക്കാൻ. ദൈവമേ, മറ്റുള്ളവരെ കാണുവാനും അവർക്കായി കരുതുവാനും എൻ്റെ കാഴ്ചപ്പാടിനെ വിശാലമാക്കണമേ. അങ്ങ് ചെയ്യുന്ന പോലെ എൻ്റെ അയൽക്കാരനെ കരുതുവാൻ എനിക്കിടയാകണമേ. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.